നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 1-ാം തീയതി അല്ലേ? ജാതി മത ഭേദമന്യേ എല്ലാവരും 1-ാം തീയതി പലരും കൈനീട്ടം വാങ്ങിക്കാറുണ്ട്. അപ്പം നമുക്ക് കൈനീട്ടം വാങ്ങുന്ന നക്ഷത്രത്തിനെ പറ്റി, കൈനീട്ടം വാങ്ങാൻ കൊള്ളാവുന്ന നക്ഷത്രത്തെ പറ്റിയൊക്കെ വേറൊരു ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ ചാനലും പലരും ഇങ്ങനെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാറുണ്ട്, കൈനീട്ടം വാങ്ങാൻ കൊള്ളാവുന്ന നക്ഷത്രം യാതൊരുമേനിന്ന് ചോദിച്ചു. നമുക്കിപ്പം മലയാള വർഷം ആരംഭമാണ്. കൊല്ലവർഷം എല്ലാമുള്ള 1-ാം തീയതികളിലായാലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴായാലും വീട്ടിലാരുടെയെങ്കിലും പിറന്നാളിനായാലും വിഷുവിനായാലും ഒക്കെ നമുക്ക് കൈനീട്ടം വാങ്ങിക്കാൻ കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരുടെ കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് താഴോട്ട് അല്ലെങ്കിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥകളെ ഉണ്ടാവില്ല. ആ ഒരു നക്ഷത്രത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. നമുക്ക് 1-ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രം. 27 നാളിലെ പ്രഥമ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രത്തില് പെട്ടവരെ നമ്മൾ കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഭഗവാൻ കൃഷ്ണസ്വാമിയുടെ നാളാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാരെ നമുക്ക് കൈനീട്ടം വാങ്ങിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ്. അശ്വതി നക്ഷത്രം മിക്ക ഭഗവതിമാരുടെ നക്ഷത്രമായിട്ട് പറയാറുണ്ട്. അശ്വതി നക്ഷത്രത്തില് നമുക്ക് ധാരാളം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാദി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അശ്വതി നക്ഷത്രം വളരെ വിശേഷപ്പെട്ട ഒരു നാളാണ്, ഒന്നാളിപ്പെട്ടിരുന്ന ആളാണ്. അടുത്തത് പൂയ നക്ഷത്രം. പൂയ ആരുടെയാണ്? സുബ്രഹ്മണ്യ സ്വാമിയുടെ നാളാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് പൂയ നക്ഷത്രക്കാര്. ഇവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തി അഭിവൃദ്ധി ഉണ്ടാവും, വരുന്ന സമ്പത്ത് നിലനിൽക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാവും. അടുത്തത് പൂര നക്ഷത്രമാണ്. പൂരം പൊടി പൂരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അൺപൂരം വളരെ വിശേഷമാണ്. നമുക്ക് തൃശ്ശൂർ പൂരം എന്നൊക്കെ കേൾക്കാറില്ലേ? അപ്പൊ ആ പൂരത്തിന് എത്രത്തോളം നമുക്ക് ഒരു ഉത്സവം പോലെ, അല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം നമുക്ക് ഗംഭീരമായിട്ടല്ലേ, എത്രത്തോളം നമുക്ക് ആനന്ദമായിട്ടൊരു മാസം മുന്നോട്ട് അല്ലെങ്കിൽ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാം ഒരു നക്ഷത്രക്കാരൻ കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ. അടുത്തത് നമുക്ക് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം വിശേഷ നക്ഷത്രം എന്നാണ് പറയുന്നത്. വിശേഷ നക്ഷത്രങ്ങളിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് നമുക്ക് വിശാഖ നക്ഷത്രം. വളരെ വിശേഷമാണ് ഇവരുടെ കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ. വിശേഷപ്പെട്ട പല അനുഭവങ്ങളും നമുക്ക് ആ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഉണ്ടാവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ നമ്മൾ കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് കൈ കിട്ടിയത് തൊട്ട് നഷ്ടപ്പെടുകയില്ല. നമുക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്തത് പോലും നമ്മുടെ കൈ വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാരുടെ കയ്യിൽ നമ്മൾ കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇരിപ്പ് ധനം ഇരിക്കുകയും ചെയ്യും. കിട്ടാക്കടങ്ങൾ പോലും കിട്ടാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യങ്ങൾ രേവതി നക്ഷത്രക്കാരുടെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അടുത്തത് മഹാലക്ഷ്മിയുടെ നാളാണ് മകൻ നക്ഷത്രം. ആ നക്ഷത്രക്കാരുടെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ധനം നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ വരും, ഒരിക്കലും താഴോട്ട് പോവില്ല. അടുത്തത് അവിട്ട നക്ഷത്രം. അവിട്ട നമ്മൾ പണ്ടേ പറയാറുണ്ട്, എന്താ തവിട്ടിൽ നേടുമെന്ന് പറയാറുണ്ട്. നമുക്ക് ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കോമൺ ആയിട്ട്, അതായത് പൊതുവേ പറയുന്ന നക്ഷത്രങ്ങളാണ്. പിന്നെ നിങ്ങളുടെ ജാതകം കൂടെ നോക്കിയിട്ട് ശിഷ്ടാഷ്ടമം നോക്കണം. നിങ്ങളുടെ വിപരീത നക്ഷത്രമുണ്ട്, വിപരീത നക്ഷത്രക്കാരെയൊക്കെ കുറച്ചുകൂടെ നോക്കിയിട്ട് അവിടെ കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ചില അനിയന നക്ഷത്രക്കാരിൽ വാങ്ങിച്ചാൽ പറ്റില്ല, ചില ഇരുന്നാളുള്ളവരുടെ നിന്ന് വാങ്ങിച്ചാൽ പറ്റില്ല, ചിലർക്ക് മുന്നാളുകാരുടെ നിന്ന് വാങ്ങിച്ച ദോഷമായിട്ടൊക്കെ പറയാം. അപ്പൊ ഇത് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞേക്കുന്ന നക്ഷത്രങ്ങളാണ്. പിന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട ഇപ്പം ഒരു കള്ളന്റെ നല്ലൊരു കൊലപാതകം നിങ്ങൾ പോയി ഒരു കൈനീട്ടം വാങ്ങിച്ചു, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല ആൾക്കാരുടെ കയ്യിൽ നിന്ന്, നല്ല മനസ്സുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങിക്കണം. നമുക്ക് നല്ല മനസ്സുള്ളവരുടെയും നല്ല വ്യക്തിത്വം ഉള്ളവരുടെയും നല്ല ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള അമ്മമാരുടെ കയ്യിൽ നിന്നും, ഇവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പൊ നമുക്ക് ഒരു നക്ഷത്രത്തിൽപ്പെട്ടവരെ ഞാൻ ഒരു ചീത്തയാക്കാൻ അല്ലെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ബാക്കി നക്ഷത്രത്തിൽപ്പെട്ടവർക്കും കൊള്ളാം. ഇവിടെ ജാതകം കൂടി പരിശോധിക്കണം. ജാതകം പരിശോധിച്ചിട്ട് ഇപ്പൊ ഒരാൾക്ക് കൈനീട്ടം വാങ്ങിക്കുന്നെങ്കിൽ അവരുടെ നാള് പ്രകാരം അല്ലെ ജാതപ്രകാര നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഭാഗ്യസ്ഥാനം നിൽക്കുന്ന ഏതൊക്കെ കൂറാണ്, അതിൽ പ്രധാനപ്പെട്ട നക്ഷത്രം ഏതാണ്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക് ഗ്രഹങ്ങൾ ഏതാണ്, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. നമുക്ക് ധനകാരകം നിൽക്കുന്ന രാശിപ്പെട്ട നക്ഷത്രക്കാരുടെ നിന്ന് വാങ്ങിക്കാം. ഇതൊക്കെ ജാതകം കൂടി പരിശോധിക്കണം. നമുക്ക് ഏതൊരു മംഗളകാര്യങ്ങൾ ചെയ്യുമ്പോഴും കൈനീട്ടം വാങ്ങിക്കുമ്പോഴും സമയം കൂടെ നോക്കിയിട്ട് കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്നത് 10 അല്ല 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കുമെന്ന് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഈശ്വര കടാക്ഷത്താൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.